ബലൂണേ ബലൂണേ കൊള്ളാലോ, ചെവിയും മൂക്കും കണ്ണും എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണോ അവള്? ഏയ് കുംഭാർണി, നീ എഴുന്നേൽക്കുന്നോ അതോ ഞാൻ ചവിട്ടി എഴുന്നേൽപ്പിക്കണോ? അപ്പോ ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ 3 വരെ എണ്ണും. അതിനു മുമ്പ് എണീറ്റില്ലെങ്കിൽ വെള്ളം കോരി ഒഴിക്കും. ബലൂണേ, നീ എണീക്കുന്നുണ്ടോ? 1 2 നിങ്ങൾ ചിരിക്കുന്നോ? ഞാൻ നനഞ്ഞിരുന്നെങ്കിലോ? നനഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായനെ കാര്യങ്ങൾ. നിങ്ങൾ കാരണം ബെഡ് മുഴുവൻ നനഞ്ഞു. പക്ഷേ കൈ തട്ടിയത് നീയല്ലേ? എന്റെ കയ്യോ? നിങ്ങളല്ലേ ഇവിടെ വെള്ളം കൊണ്ടുവന്നത്? അത് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു. എന്റെ നിങ്ങൾ എന്റെ പുറത്ത് വെള്ളം ഒഴിക്കുക ആണല്ലേ? എന്റെ കുർത്ത എടുത്തിട്ടിട്ട് അഹങ്കാരം കാണിക്കുന്നു. അച്ഛമ്മ തന്നതാ. നീ എന്താ പറഞ്ഞേ? നീ എന്റെ ജീവൻ രക്ഷിച്ചു അല്ലേ? അല്ല, ഞാനെന്തിനാ അവിടെ വന്നേ? ദോശ ഇടാനോ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കാനാ വന്നേ. ആണോ? എന്നിട്ട് രക്ഷപ്പെടുത്തിയില്ലല്ലോ. നിങ്ങൾ ബോധം കണ്ട് വീണില്ലേ അവിടെ? അത് കാരണം 2 പേരും കൂടി. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ മടിയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാ ഞാൻ അങ്ങോട്ട് വന്നതെന്നാണോ? പിന്നെ എനിക്കാണോ ആഗ്രഹം ആ ചൂടത്ത് കിടന്ന് ഉറങ്ങാനായിട്ട്? ഐ ഡോണ്ട് നോ, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ എന്നെ കളിയാക്കാണോ? ഞാൻ കളിയാക്കിയൊന്നുമല്ല. ഐ ഹാവ് എ സീരിയസ് ക്വസ്റ്റ്യൻ. എന്താ? ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് കിച്ചണിൽ വന്നില്ലേ? അപ്പോ എന്റെ ബോധം പോയി. നിനക്ക് വേണമെങ്കിൽ അന്നേരം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. വാതിലും തുറന്നു കിടപ്പുണ്ടായിരുന്നു. പിന്നെ നീ എന്താ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാതിരുന്നത്? നീ മറുപടി പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നീ അവിടെ നിന്നതിന്. അത് ഞാൻ നിങ്ങളെ ആ അവസ്ഥയിൽ അവിടെ ആക്കിയിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് പോവും? എന്ത്? ഞാൻ നിന്റെ ആരാ? പറ പെട്ടെന്ന് പറ. ഞാൻ നിന്റെ ആരാണെന്ന് പറ. ഇതെനിക്ക് നിങ്ങളോട് ചോദിക്കാമല്ലോ. നിങ്ങളെ സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയല്ലേ എന്നെ രക്ഷിക്കാൻ വന്ന്? അപ്പൊ ഞാൻ നിങ്ങളുടെ ആരാ? പാവയാ. ശരിക്കും ബലൂണേ, ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല. ഇല്ലില്ല, അങ്ങനെ വിടാൻ പറ്റില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് വേണം. ഈ വീട് എന്റെയാണ്, മുറി എന്റെയാണ്, ഈ കുർത്ത എന്റെയാണ്, പിന്നെ ഈ ഇരിക്കുന്ന തൂവലും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നീ ഉത്തരം പറഞ്ഞാൽ മതി. അപ്പോ ചോദ്യം എന്റെയാണ്. എനിക്ക് ബോധം പോയ സമയത്ത് നീ എന്നെ എന്ത് ചെയ്തിട്ടാ എന്റെ ബോധം നീ തിരിച്ചുകൊണ്ടുവന്നത്? എങ്ങനെയാ ജീവൻ രക്ഷിച്ചെന്ന് നീ പറ. ഞാനൊന്ന് കേക്കട്ടെ. ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായോ? പറയ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടല്ലേ ചോദ്യം ചോദിച്ചത്. ഞാൻ മറന്നുപോയി. ഇപ്പൊ നിക്കവിടെ. അതൊക്കെ വിട്ടേക്ക്. ഞാൻ നിന്നോട് ഒരു താങ്ക് യു പറയാൻ വന്നതാ. നീ ഇന്നലെ എനിക്ക് വേണ്ടി ചെയ്തതിനൊക്കെ. താങ്ക് യു എനിക്കും നിങ്ങളോട് പറയാനുണ്ടല്ലോ. എന്തിനാ? അത് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം പൂർത്തിയാക്കി തന്നതിന്. ഏതാഗ്രഹം? അത് ഞാൻ പറയില്ലല്ലോ. നീ എന്റെ കൈവിട്ടുകളല്ലേ? നീ താഴേക്ക് വീണ പിന്നെ അയ്യോ. കൊള്ളാലോ, ഈ ഗസ്റ്റ് റൂമിലെ ഫാൻ എന്താ ഇങ്ങനെ വൃത്തികേടായിരിക്കുന്നേ? ഈ റോബിൻ ഫാനൊന്നും വൃത്തിയാക്കുന്നില്ലേ?
ഞാൻ റോബിനോട് പറയാം. വേണ്ട, ഞാൻ അച്ഛമ്മയോട് പറഞ്ഞോളാം. അവന് 2 കിട്ടട്ടെ. ഗസ്റ്റ് റൂമിൽ ആരും വരാറില്ലല്ലോ. സോ നൈസ്. എന്തുപറ്റി? എന്തിനാ ഇക്കളിയാക്കുന്നേ? ഞാൻ ഇക്കളിയാക്കിയൊന്നുമല്ല, വൈബ്രേറ്റ് ചെയ്തതാ. അതും എന്റെ ഫോൺ നോക്ക്. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഹലോ, ശരി, ഞാൻ വരാം. ഞാൻ പോവാ. ഞാനും വരുന്നു. അത് പിന്നെ പ്രണവിന്റെ ഹോസ്പിറ്റലിൽ നിന്നാ ഫോൺ വന്നത്. ഡോക്ടറെ വിളിച്ചിരുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ റിക്കവറായി കാണുമെന്ന്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഡോക്ടറിനെ വിളിച്ചത്. ഞാനും കൂടെ വരുന്നുണ്ട്. വേണ്ട വേണ്ട, നിനക്ക് ഒരുപാട് ടൈം എടുക്കും. നീ ഇതുവരെ കുളിച്ചു പോലുമില്ല. ഇല്ല, 5 മിനിറ്റ് റെഡിയാവന്നേ. ലേഡീസിന്റെ 5 മിനിറ്റ് എന്ന് പറയുന്നത് 50 മിനിറ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്തായാലും പോയിട്ടെ. ബൈ. ചേട്ടാ, ഒരു സിഗരറ്റ് തരുമോ? നീ അയാളല്ലേ? അയാളെന്ന് പറഞ്ഞാ? എടാ, അന്നത്തെ ദിവസം ഈ റോഡിൽ ആക്സിഡന്റ് നടത്തിയത്. ആക്സിഡന്റ്? ഏത് ആക്സിഡന്റ്? എന്ന് നടന്ന ആക്സിഡന്റ്? ഇയാളെന്താ അനാവശ്യം പറയുന്നത്? എനിക്ക് തന്നെ സാധനമൊന്നും വേണ്ട. ഈ തന്നെ പൈസ പിടിച്ചോ. ഇത് വെറുതെ അനാവശ്യം പറയുന്നത് കേട്ടല്ലോ. എന്റെ സ്വഭാവം മാറും, ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് നിന്നെ മനസ്സിലായി. നീയല്ലേ അന്ന് ഈ റോഡിൽ ആക്സിഡന്റ് നടത്തിയത്? എനിക്ക് നിന്നെ മനസ്സിലായടാ. അത് നീ തന്നെ ശരിയാവും. ഞാൻ നിന്നെ കണ്ടിടും. മകേഷ്, നീ ആ ഫോൺ എടുത്തിട്ട് വാ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ സാറിനെ ഒന്ന് വിളിക്കേ. നിന്നെ മനസ്സിലായടാ. എത്ര സമയം കൊണ്ട് പറയുന്ന ഫോൺ എടുക്കാം, പെട്ടെന്ന് ആവട്ടെ. ഫോൺ എടുത്തിട്ട് വരാൻ ഇത്ര സമയമാടാ. നീ പെട്ടു നികളെ, നീ ശരിക്കും പെട്ടു. താന് നിന്നോട് 2 ദിവസം കഴിഞ്ഞ് വന്നാ മതിയെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ ശരിക്കും കൈവിട്ടു. ഈ കടക്കാരൻ നിന്നെ ശരിക്കും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഇപ്പൊ ശരിക്കും പെട്ടില്ലെങ്കിലേ തീരുമാനം. താങ്ക് യു സോ മച്ച്. കൃത്യസമയത്ത് 5-4 എത്തി. ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും. മാഡം, ഇത് ഞങ്ങളുടെ ജോലിയാണ്, വേറൊന്നുമില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ. വേറൊന്നുമില്ല. ആ പേപ്പർ ഇങ്ങനെ തരൂ. ഈ പേപ്പറിലേക്ക് ഒന്ന് സൈൻ ചെയ്യണം മാഡം. ഈ പേപ്പറിലും സൈൻ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് മുകളിലോട്ട് അയക്കാമായിരുന്നു. ഒരു പെൻ. ശരി മാഡം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ ഇന്നലെ കിച്ചണിലോട്ട് പോയപ്പോൾ അവിടെ തീ ഉണ്ടായിരുന്നോ, അത് നിങ്ങൾ എത്തിയതിനു ശേഷം തീ പിടിച്ചതാണോ? ഇല്ല, ഞാൻ അകത്ത് പോയതിന് ശേഷമാണ്. ചിലപ്പോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതായിരിക്കും. ഇല്ല മാഡം, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ ഈ വീട്ടിലെ കിച്ചൺ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തതാണ്. പക്ഷേ ഷോർട്ട് സർക്യൂട്ടിന്റെ ഒരു ലക്ഷണവും ഞങ്ങൾ കണ്ടില്ല. പിന്നെ തീ എങ്ങനെ ഉണ്ടായത്? ഡീസൽ ഒഴിച്ചിട്ട്. ഡീസലിന്റെ ഉപയോഗം വീട്ടിലുമില്ല, കിച്ചണിലുമില്ല. ഇതാരോ മനഃപൂർവ്വം ഡീസൽ ഒഴിച്ച് തീ കൊളുത്തിയതാണ്. എനിക്ക് തോന്നുന്നു ആരോ നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണം. പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്തായാലും
സത്യം പുറത്തു വരും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഉറപ്പാണോ തീ പിടിച്ചത് ഡീസൽ കാരണമെന്ന്? മേഡം, ഇത് ഞങ്ങളുടെ ഡെയിലി ഉള്ള ജോലിയാണ്. ഇനി സിഗരറ്റിൽ നിന്ന് കത്തിച്ചാൽ പോലും ഞങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അവിടെ നിന്ന് ഡീസൽ കിട്ടി, തെളിവുണ്ട് ഞങ്ങളുടെ കയ്യിൽ. സർ, ഇക്കാര്യം നിങ്ങൾ മറ്റാരോടും പറയണ്ട. കാരണം ഇങ്ങനൊരു വിഷയം ആയതുകൊണ്ട് അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു. ഇനി കേസ് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ മാഡം. താങ്ക് യു. ഇതെന്താ തറയിൽ കിടക്കുന്ന വെള്ളമാണോ? നീ എന്താ കാണിച്ചേ? ഈ ക്യാൻറ്റീനിന്റെ പുറത്ത് വീണിരുന്നെങ്കിൽ ഞാൻ അക കത്തിക്കരിഞ്ഞേനെ. നീ എന്തിനാ കത്തുന്നതിൽ പേടിക്കുന്ന? നിനക്ക് മറ്റുള്ളവരെ കത്തിക്കുന്നതല്ലേ ഇഷ്ടം? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ എന്താ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ തനു. പിന്നെ എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഞാൻ ഫയർഫോഴ്സിന്റെ ആൾക്കാരുമായി സംസാരിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞത് ഇന്നലെ ഉണ്ടായത് ഒരു അപകടമായിരുന്നില്ല എന്ന് തന്നെയാ. ആരോ മനഃപൂർവ്വം തീ പിടിപ്പിക്കാൻ ശ്രമിച്ചതാ, അതും എന്നെ കൊല്ലാൻ വേണ്ടി. അപ്പൊ തനു ഒരു സംശയം, നീ ഈ കാൻഡിൽ കത്തിക്കാൻ നോക്കിയതുപോലെ ഇന്നലെ എന്നെ കത്തിക്കാൻ ശ്രമിച്ചതായിരുന്നു? നീ എന്ത് അനാവശ്യമായി പറയുന്നേ? ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? എന്തിനു ചെയ്യണമെന്നോ? ഇത് ആദ്യമായിട്ടല്ലല്ലോ നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് തനു. ആ പിന്നെ ഇപ്പൊ എന്നെ കൊല്ലാൻ വേണ്ടി പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും 4 ദിവസം കഴിഞ്ഞ് നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ആഗ്രഹമില്ലേ? ആ ആഗ്രഹത്തിനും നിനക്കുമിടയിൽ ഇപ്പോൾ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഉള്ളത്, അതായത് ഞാൻ. അതുകൊണ്ട് നീ എന്നെ കൊല്ലാൻ നോക്കിയതായിരിക്കും. നിനക്കിപ്പോ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതുകൊണ്ട് നീ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിന്തിക്കുന്നു. പക്ഷെ ഒരു കാര്യം നിനക്ക് ചിന്തിക്കാനല്ലോ, നീ ചിന്തിച്ചോ. എന്നോട് സംസാരിക്കണ്ട, എനിക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട്. പ്രിയ എന്താ പറഞ്ഞത്? ഒന്നുമില്ല, അവൾക്ക് സംശയമുണ്ട് എന്നെ. ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തം ഞാനാണ് ചെയ്തതെന്ന്. അതെനിക്കറിയാം, അവൾക്ക് സംശയം തോന്നിയെന്ന്. പക്ഷേ ഞാൻ ചോദിച്ചത് അവളുടെ കയ്യിൽ നിനക്കെതിരായി എന്തെങ്കിലും തെളിവുണ്ടോന്ന്. നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞതല്ലേ തനു, 4 ദിവസം വരെ നിന്നോട് വെറുതെ മിണ്ടാതിരിക്കാൻ. പക്ഷെ നിനക്കത് അടങ്ങിയിരിക്കാനേ വയ്യ. എനിക്ക് തോന്നുന്നത് നിനക്ക് ഏട്ടനെ കല്യാണം കഴിക്കുന്ന തീരെ ആഗ്രഹമില്ലെന്ന്. അതുകൊണ്ട് എങ്ങനെയൊക്കെ കാണിക്കുന്നത്. പ്രിയ നിന്നെ സംശയിക്കാതെ പിന്നെ ആരെ സംശയിക്കും? പ്രണവില്ലാത്തത് നന്നായെന്ന് കരുതൂ. പ്രണവ് നിഖിലിനെ കണ്ടിരുന്നു. അവന് മനസ്സിലായി കാണും നീയും നിഖിലും ചേർന്നാണ് ഈ പ്ലാൻ എല്ലാം ഉണ്ടാക്കിയതെന്ന്. അതുമല്ല, ഇപ്പൊ പ്രിയ ഇവിടെ തന്നെയുണ്ട്. രാത്രിയും പകൽ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നിന്റെ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ തനു. ഓ വെയിറ്റ് എ മിനിറ്റ്, നീ ഒരു കാര്യം ചെയ്തതെന്താ? നിന്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ ചേർന്ന് എന്തെങ്കിലും സ്റ്റുപ്പിഡ് പ്ലാൻ ഉണ്ടാക്കൂ തനു. ആ നിഖിലിനോട് ഞാൻ എന്തായാലും ക്ഷമിക്കില്ല. പക്ഷെ നിന്നോട് ഒരു കാര്യം എനിക്ക് ഉറപ്പായും പറയാനുണ്ട്. ഈശ്വരനോട് നന്ദി പറയൂ. പ്രണവ് ഇവിടെ ഇല്ലാത്തത് നന്നായി. ഇപ്പോൾ അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ ഉറപ്പായും മനസ്സിലാക്കി കൊടുത്തേനെ. ഏട്ടന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് പ്രിയയാണ്, നീ അല്ലെന്ന്. മിസ്റ്റർ അബി, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അറിയിക്കാൻ. നിങ്ങൾക്ക് സമാധാനിക്കാം, അദ്ദേഹം അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. എനിക്ക് പ്രണവിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാം ഡോക്ടർ. ഇപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് മെഡിക്കേഷൻ കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇയാളെ മുഴുവൻ സമയം പരിചരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇയാളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇവൻ എന്തായാലും നന്നായിട്ട് നോക്കിക്കോളും ഡോക്ടർ. പ്ലീസ് ഡോക്ടർ,
ഇവനെ ഞാനൊന്ന് വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോട്ടെ പ്ലീസ്. ശരി, അപ്പോൾ ഞാൻ ഇയാളെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. പക്ഷേ ഇയാളെ ആഴ്ചയിലൊരിക്കൽ റൊട്ടീൻ ചെക്കപ്പിന് കൊണ്ടുവരേണ്ടി വരും. ഡോക്ടർ ഷുവർ. നേഴ്സ്, യെസ് ഡോക്ടർ. ഇയാളുടെ ഡിസ്ചാർജ് പേപ്പറുകൾ ശരിയാക്കണം. താങ്ക് യു ഡോക്ടർ. ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. സത്യത്തിൽ നീ ഇല്ലാതെ എനിക്കൊരു രസവുമില്ല. നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം. ഇനി എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ കൈവിടില്ല. ഈ താനും എന്താ ഫോൺ എടുക്കാത്തത്? സ്വന്തം ആവശ്യമാണെങ്കിൽ എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷനിലാണെങ്കിൽ അവൾ ഫോൺ കട്ടും ചെയ്യും. ഈ ആലയെ മനസ്സിലാവുന്നില്ല. ചിലപ്പോ സുഹൃത്തായിരിക്കും, ചിലപ്പോ ശത്രു. ഒന്നും മനസ്സിലാവുന്നില്ല. ആദ്യം ഹെൽപ്പ് ചെയ്യും, പിന്നെ കുടുങ്ങിയത് നന്നായി എന്നങ്ങ് പറയും. ഈ ശബ്ദം എവിടുന്നാ? നീ ഇവിടെ? അല്ല, ഞാനൊരു ആത്മാവാണ്. ഇന്നലെ ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഇന്നിപ്പോ അവിടെ എത്തി. ആരെങ്കിലും നിന്നെ കണ്ട നമ്മൾ സമ്മതിക്കില്ലടോ. ആരും കാണില്ല. ഞാൻ ആത്മാവല്ലേ? അതെ, അനാവശ്യം പറയല്ലേ. ആരെങ്കിലും നമ്മളെ കണ്ട അത് വലിയ പ്രശ്നമായിരിക്കും. ആകെ കുഴപ്പത്തിലാവും. ശരിക്കും ഞാനാണ് കുഴപ്പത്തിലായത്. നീ കാരണം. അതുകൊണ്ട് ഞാൻ കാരണം നീ ഈ പ്രോബ്ലത്തിൽ കൊടുക്കും. അറിയില്ല. അഭി പറഞ്ഞു എന്തോ സർപ്രൈസും കൊണ്ട് വരികയാണെന്ന്. നമുക്ക് പോയി നോക്കാം എന്താ സർപ്രൈസ് എന്ന്. എന്തു പറ്റി ചേച്ചി? എനിക്ക് തോന്നി അവിടെ ആരോ ഉണ്ടെന്ന്. എനിക്ക് തോന്നിയില്ല. ചേച്ചി, സത്യമായിട്ട് അവിടെ ആരോ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ അഭിയുണ്ടല്ലോ ഇന്നലെ പ്രിയക്ക് സർപ്രൈസ് കൊടുത്തതുപോലെ നമുക്കും അവൻ സർപ്രൈസ് തരികയാണെങ്കിലോ എന്ന്. നിന്റെ ഒരു കാര്യം എപ്പോഴും സ്വപ്നം കണ്ടില്ല. ഇവിടെ വാ, ഇവിടെ ഇരിക്കും. നീ എന്തിനാ ഇവിടെ വന്നത്? നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ നിന്നെ ഫോൺ ചെയ്യുമായിരുന്നില്ലേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്നെ ഫോൺ ചെയ്യുന്നത് പോലീസ് ആയിരുന്നേനെ. പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നേനെ. നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്ന് വെച്ചാൽ ഞാൻ മുഴുവനായിട്ടും പെട്ടൂന്ന്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒളിച്ചു നടക്കേണ്ടി വരുന്നത്. പറയാനുള്ളതൊന്ന് വ്യക്തമായിട്ട് പറയാ. ടൈം പാസ് ചെയ്യില്ലേ? എനിക്ക് നിന്നെ മനസ്സിലായി. നീയല്ലേ അന്ന് ഈ റോഡിൽ ആക്സിഡന്റ് നടത്തിയത്? ഇപ്പോ ഞാൻ കംപ്ലീറ്റ്ലി കുടുങ്ങി കഴിഞ്ഞു. കോടതിയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റും. ആ കടക്കാരൻ എന്നെ തിരിച്ചറിഞ്ഞത് തെറ്റായിട്ടാണെന്ന്. പക്ഷെ പ്രണവിന് ബോധം വന്ന് അവൻ എന്നെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ ഞാൻ ജയിലിൽ പോകുന്നതിൽ നിന്ന് ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. നിയമം എനിക്ക് ജയിലിൽ പോകാൻ വിധിക്കും. പക്ഷെ അഭി അവനെനിക്ക് മരണശിക്ഷ വിധിക്കും. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അവിടെ നീ പിടിക്കപ്പെട്ടു, ഇവിടെ ഞാനും. ഇന്നലെ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ തീപിടുത്തമില്ലേ, അതിൽ പ്രിയയ്ക്ക് സംശയമുണ്ട്. ആ തീപിടുത്തം ഉണ്ടാക്കിയത് അത് ഞാൻ തന്നെയാണെന്ന്. അപ്പൊ നമ്മൾ രണ്ടുപേരും പെട്ടു നടത്തും. ഇതെന്ത് ശബ്ദ? എന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്നിട്ടുണ്ടോ? പിന്നല്ലാണ്ടാരാ? നിനക്ക് ഭ്രാന്തായോ? പോലീസുകാർ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് നിന്നെ അന്വേഷിച്ച്? പോലീസ് കൊണ്ടുപോകും. നീ മിണ്ടാതിരിക്കുന്ന. ഞാൻ ഒന്ന് പുറത്തു പോവാ. നീ ഇവിടെ തന്നെ നിൽക്ക്. പിന്നെ നോക്ക്, പുറത്തു വരാൻ ഒരിക്കലും ശ്രമിക്കരുത്. പിടിച്ചു. നേരെ അകത്തേക്ക് വെക്കാം. ഇവിടെ മതി. നിങ്ങളെ പ്രണവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു? കുഴപ്പമില്ല, ഞാൻ അച്ഛമ്മയോട് പറയാം. അച്ഛമ്മേ, ആന്റി, ഒന്ന് വേഗം വന്നേ. ദേ പ്രണവ് വന്നു. പ്രണവ്, നീ താങ്ക് യു. പ്രണവ് വന്നോ? അവൻ ഓക്കെ ആണോ? പ്രണവിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വീൽ ചെയറിൽ ഇരിക്കുന്നത്? ആന്റി, ഇതുവരെ ബോധം വന്നിട്ടില്ല. ഇവന് ബോധം വന്നില്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ?
ഓ പമ്മി, ഡോക്ടർ തീരുമാനിച്ചിട്ടായിരിക്കും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാവുക. അഭി സ്വന്തം ഇഷ്ടത്തിന് കൊണ്ടുവരില്ലല്ലോ. ഡോക്ടറുടെ പെർമിഷൻ ചോദിച്ചിട്ടല്ലേ കൊണ്ടുവന്നത്? അതെ അങ്കിൾ. ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അവൻ വീട്ടിൽ വന്നില്ലേ, നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. മാത്രമല്ല മനസ്സിന് സമാധാനം ഉണ്ടാവും, അല്ലേ മോനെ? എക്സാക്ട്ലി. ഓഹോ, അപ്പൊ ഇതായിരുന്നു അല്ലേ നിന്റെ സർപ്രൈസ്? നീ ഇവനെ കൊണ്ടുവന്നതിലൂടെ ഞങ്ങളെ മാത്രമല്ല ഈ വീടിനെ മൊത്തം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. താങ്ക് യു. ഡോക്ടർ എന്താ പറഞ്ഞത് പ്രണവിന്റെ ആരോഗ്യത്തെക്കുറിച്ച്? അതെ അങ്കിൾ, ഡോക്ടർ പറഞ്ഞത് പ്രണവിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്, പെട്ടെന്ന് റിക്കവർ ആവുമെന്ന് പറഞ്ഞു. പിന്നെന്താ ഇവന് ബോധം വരാത്ത? ആന്റി, ഞാൻ അതൊക്കെ പറയാം. ഞാൻ ആദ്യം ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. പ്രണവ്, ഓ മൈ ഗോഡ്, പ്രണവ്, പ്രണവ്. ഡോക്ടർ പറഞ്ഞത് പിന്നെ ഇവൻ അപകടനില തരണം ചെയ്തു, പെട്ടെന്ന് റിക്കവർ ആവുമെന്നും പറഞ്ഞു. ഞാൻ പ്രണവിനെ വീട്ടിൽ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയിക്കോളാം, പക്ഷെ ഇവനെ ആരെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. ഇവനെ കെയർ ചെയ്യുമല്ലോ. നമ്മളെല്ലാരും ഉണ്ടല്ലോ അവനെ നോക്കാനായിട്ട്. കറക്റ്റ്. അമ്മേ, എന്തായാലും ഈ ഹോസ്പിറ്റലിൽ കിട്ടുന്ന കെയർ ഉണ്ടല്ലോ, അതാ ഞാൻ പറയുന്നത്. അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്. നമുക്കെന്തായാലും അവരെ പോലെ കെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഉറപ്പായിട്ടും കഴിയുമെങ്കിൽ. ഈ വീട്ടിൽ ഇത്രയ്ക്ക് ആളുകളില്ലേ. ഞാൻ ഡോക്ടറിനോട് പറയുകയും ചെയ്തു, ഇനി എന്തൊക്കെ വന്നാലും പ്രണവിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന്. അതുമല്ല, ഞാൻ പ്രണവിനോട് സംസാരിച്ചിട്ട് എത്ര നാളായിന്നറിയോ. ഇനി നിങ്ങൾ നോക്കിയോ, ഞാൻ 2 ദിവസം കൊണ്ട് ഇവനെ ഓക്കെ ആക്കി എടുക്കും. മോനെ, ഇവനെ നീ 2 ദിവസം കൊണ്ട് തിരിച്ചു കൊണ്ടുവരുമെങ്കിൽ ഞാൻ 2 മണിക്കൂർ കൊണ്ട് തിരിച്ചു കൊണ്ടുവരും. എന്താ, ശരിയല്ലേ മൈഥിലി? അതെ അതെ ശരിയാ. ഞാനൊരു ജോക്ക് പറയട്ടെ. ഞാനൊരു ജോക്ക് പറഞ്ഞാലേ ഇവൻ 2 മിനിറ്റിനുള്ളിൽ ചാടി എണീറ്റ് ചിരിക്കും. ഇത്രയും വലിയ ജോക്കൊന്നും പറയല്ലേ. അല്ല, നിങ്ങളിങ്ങനെ വേളം വെച്ചാൽ ഇവ ഇപ്പൊ തന്നെ ചാടി എഴുന്നേക്കുമല്ലോ. ഇവിടെ എന്താ നടക്കുന്നേ? ആരെ കുറിച്ച് അവര് സംസാരിക്കുന്നേ? ഓ നോ, ഇത് പ്രണവല്ലേ? അഭിയും വീട്ടിൽ വന്നു. നിഖിലിനെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്താക്കും? അഭി അവനെ കണ്ടാലോ? പ്രണവിന് ഇനി ബോധം വന്നാലോ? മുന്നില് കിണറും പുറകില് കൊക്കയുള്ളതുപോലായി. ഇനി ഞാൻ എവിടെ പോവും? തനു, കണ്ടില്ലേ, എന്റെ പ്രണവ് തിരികെ വന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ എന്താ ഹാപ്പി അല്ലേ? അല്ല, അത് അല്ലാന്ന് വെച്ചാ ഞാൻ ഉദ്ദേശിച്ചത് പ്രണവ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പൊ വീട്ടിലും വന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ഹാപ്പിനെസ്സിൽ എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയുന്നില്ല. നീ എത്ര എക്സൈറ്റഡ് ആണോ അത്രയും ഞാനും എക്സൈറ്റഡ് ആണ്. ശരി, ഞാൻ ചിന്തിക്കുകയായിരുന്നു പ്രണവിനെ ഏത് റൂമിലാണ് കിടത്തുകയെന്ന്. ആ റൂം എല്ലാവർക്കും സൗകര്യമുള്ളതായിരിക്കണ്ടേ? ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോകാം. പക്ഷെ അച്ഛമ്മ, ഗസ്റ്റ് റൂം താഴെയല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും മുറി മുകളിലാണ്. അല്ല, ഞാൻ പറഞ്ഞത് പ്രണവിന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എല്ലാവർക്കും ഒന്ന് ഓടിയെത്താൻ പ്രണവ് മുകളിലുണ്ടാവുന്നതല്ലേ നല്ലത്? ഓ നോ, നിഖിൽ അവിടെയാണ്. പ്രണവിനെ ആ മുറിയിൽ കൊണ്ടുപോയാൽ നിഖിൽ പിടിക്കപ്പെടും. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? പ്രിയയെ പോലെ ബുദ്ധിശാലി വേറെ ഉണ്ടാവില്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, പ്രണവിനെ ആലിയുടെ റൂമിൽ കിടത്താം. എന്താ ആലിയ, അതിൽ നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രണവിനെ നിന്റെ റൂമിൽ കിടത്തുന്നതിൽ? ഓഫ് കോഴ്സ്, സാരമില്ലേട്ടാ. എന്ത് പ്രോബ്ലം ഉണ്ടാവാനാ? പ്രണവ് എന്റെ റൂമിൽ താമസിച്ച് സുഖം പ്രാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഏട്ടാ. എനിക്കല്ല, വീട്ടിൽ ആർക്കും പ്രോബ്ലം ഉണ്ടാവില്ല. ആക്ച്വലി എനിക്ക് പ്രോബ്ലം ഉണ്ട്. അല്ല, നിനക്കെന്താ പ്രശ്നം? അബി, അത് എന്റെയും കൂടെ റൂമല്ലേ? ആലിയോടൊപ്പം ഞാനും താമസിക്കുന്നു ആ റൂമിൽ. സോ ശരിയെങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് നിന്നോട് ചോദിക്കാം. തനു, നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഞാൻ പ്രണവിനെ നിന്റെ റൂമിൽ കിടത്തുന്നതുകൊണ്ട്? ഏട്ടാ, ഇതെന്ത് തമാശയാണ്? ഈ ഫോർമാലിറ്റിയുടെ ആവശ്യം എന്തിനാണ്? ഐ മീൻ, തനു എന്റെ ഒപ്പം താമസിക്കും, ഞാൻ എവിടെയാണെങ്കിലും. അല്ലേ തനു? നോ വറി അറ്റ് ഓൾ. ഇല്ല ആലിയ, കബോർഡ്
ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്തേ ഉള്ളൂ. ഈ ഗസ്റ്റ് റൂമിൽ പോണെങ്കിൽ വീണ്ടും എല്ലാം ഒന്നുകൂടെ സെറ്റ് ചെയ്യേണ്ടി വരും. വാട്ട് ഈസ് റോങ് വിത്ത് യു? എനിക്കും എന്റെ കബോർഡ് സെറ്റ് ചെയ്യണം. ഞാൻ ചെയ്യും, നിന്റേതും ചെയ്തു തരാം. അതിലിത്ര പ്രശ്നം എന്താ? നമുക്കത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഏട്ടാ ഇവനെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഗ്രേറ്റ്. ഇല്ല, ഇനി നിനക്ക് എന്താ പ്രശ്നം? അത് എന്റെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് എന്താണ് പ്രശ്നം? നിനക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നോട് പറയൂ. ഏട്ടൻ എന്തിനാ ടെൻഷൻ ആക്കുന്നേ? പ്രണവിന്റെ അവസ്ഥ കണ്ടില്ലേ? അവന് റെസ്റ്റ് ആവശ്യമാണ്. പക്ഷെ ആലിയ, പ്ലീസ് ലെറ്റ് ദം ബി. ഏട്ടാ പൊയ്ക്കോളൂ ഏട്ടാ. ശരി. നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? പ്രണവിനെ കിടത്താനായിട്ട് എനിക്ക് നിന്റെ ഹെൽപ്പോടെ വേണം. നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ. ശരി. അവര് പോയല്ലോ. നിഖിലാണെങ്കിൽ ആ റൂമിൽ തന്നെ ഉണ്ട്. എന്താ ചെയ്യപ്പോ? നീ എന്താ കാണിക്കുന്നത്? ഞാൻ കരുതി പ്രണവ് വീട്ടിലേക്ക് വരുമ്പോ നീ അവസരം മുതലെടുക്കുന്നു. ഏട്ടന്റെ ഒപ്പം അവനെ പരിചരിക്കുന്നു. നീ അവനെ കെയർ ചെയ്ത് നീ ഏട്ടനോടൊപ്പം കൂടുതൽ അടുക്കുന്നു. പക്ഷെ നീ എല്ലാം തല തിരിഞ്ഞാ ചെയ്യുന്നത്. നീ കണ്ടില്ലേ പ്രിയേ, ഏട്ടന്റെ ഒപ്പം എങ്ങനെ ഒട്ടി നിൽക്കുന്നതെന്ന്? ആലിയ, കുറച്ചു നേരം കഴിഞ്ഞ് അബി എന്നെ ഒട്ടിച്ചു വെക്കും. നീ എന്താ പറയുന്നത്? എന്താ ഉണ്ടായത്? ഞാനത് നിനക്ക് പിന്നെ പറഞ്ഞു തരാം. നീ ആദ്യം അബി ആ റൂമിൽ പോകുന്ന നിന്ന് തടയൂ പ്ലീസ്. കാരണം അവിടെ നിഖിലുണ്ട്. നിഖിൽ എന്റെ മുറിയിൽ എന്താണ് ചെയ്യുന്നത്? അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. നീ ആദ്യം എന്തെങ്കിലും ചെയ്ത് അബി അവിടെ പോകുന്നതിൽ നിന്ന് തടയൂ. കാരണം അബി നിഖിലിനെ കണ്ട ഞങ്ങളുടെ കല്യാണം ക്യാൻസൽ ആവും. പ്ലീസ് പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്യ് പ്ലീസ്. പതുക്കെ പതുക്കെ. മതി മതി മതി. പതുക്കെ. ഇനി നേരെ പോവാ. അത് ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ. ഓ സോറി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എടാ പ്രണവേ, നീ വലിയ തടിയനായി കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം. വേണ്ട, ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് പ്രണവിനെ നോക്കാനായിട്ട് ഒരു നേഴ്സിന് വേണ്ടേ? നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്, പക്ഷേ എപ്പോഴും നമ്മുടെ കണ്ണെത്തിന്ന് വരില്ലല്ലോ. ഒരു നേഴ്സിനെ അറേഞ്ച് ചെയ്യല്ലേ? സാർ അതോർത്ത് വിഷമിക്കണ്ട, നമ്മളുണ്ടല്ലോ. വേണമെങ്കിൽ ജാനകി ആന്റിയെ വിളിക്കാം. ഏയ് അതൊന്നും വേണ്ട, അവർക്ക് ടെൻഷൻ ആവില്ലേ? ഏയ് ഒരു ടെൻഷനും ഇല്ല. അവർക്ക് നഴ്സിംഗ് ട്രെയിനിങ് കഴിഞ്ഞതാ. അറിയോ? ആ അതെ. ഈ തനു എന്താ ഇനിയും വരാത്തത്? താഴെ എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ പോയതാണ്. അവിടെ തന്നെ കയറി ഇരിക്കുകയാണോ? ഓനോ, പ്രണവ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞു. അഭിയും പ്രിയയും കൂടി അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തോന്നുന്നു. ഈ തനു എന്നെ കുതുക്കും. ഇവിടെ എന്താ ഇവരെ തടയാത്തത്? ഒന്നുകൂടെ നോക്കാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും റൂമാണെങ്കിലോ. ഒരു മിനിറ്റ്. അവിടെ എന്തോ തടയുന്ന പോലെ, നോക്കട്ടെ. അവർ ഈ റൂമിൽ തന്നെയാണ് വരുന്നത്. എന്ത് ചെയ്യും? എവിടെ ഒളിക്കും? ഏയ്